ലഭിച്ച കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. മാതാപിതാക്കൾ ഈ കുട്ടിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഒരു പരിധിവരെ ഒരു വിലങ്ങ് തടിയായി. കുട്ടി ദൂരെ എവിടെയും പോവില്ല എന്നും കുട്ടിയുടെ കയ്യിൽ പൈസ ഇല്ല എന്നും കുട്ടിക്ക് പോകാനുള്ള വഴി അറിയില്ല എന്നും മലയാളം അറിയില്ല എന്നും ഭാഷ അറിയില്ല എന്നൊക്കെ കുറേയധികം കാരണങ്ങൾ കൊണ്ട് കുട്ടി ദൂരെയെങ്ങും പോവില്ല എന്നും കുട്ടി ഇതേപോലെ നാട് വിട്ടിറങ്ങിയ മറ്റ് സന്ദർഭങ്ങളില്ലാത്തത് കൊണ്ടും കുട്ടി അമ്മയോടൊപ്പം ഞങ്ങൾ മനസ്സിലാക്കിയത് അമ്മയോടൊപ്പം കുടുംബത്തോടൊപ്പം വളരെയധികം നല്ല രീതിയിലാണ് കഴിഞ്ഞിരുന്നതുകൊണ്ടും ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് അന്ന് രാവിലെ കുട്ടിയെ വഴക്ക് പറയുകയും ചിലപ്പോൾ അടിക്കുകയും ചെയ്ത് ഒഴിച്ചാൽ മറ്റുള്ള സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടി നാട് വിട്ട് പോകാനുള്ള ഒരു ചാൻസ് അവിടെ മനസ്സിലുണ്ടായില്ല. അപ്പോൾ പോലീസ് ചോദിക്കുമ്പോൾ അവർ പോകാനിടയില്ല എന്നും പൈസ കയ്യിലില്ല എന്നും ഭാഷ അറിയില്ല എന്നും വെളിയിലൊന്നും ഇറങ്ങിപ്പോയി ഈ വന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ പോയിട്ടില്ല എന്നും പറയുന്നത് അതുകൊണ്ടായിരിക്കണം അവർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ തന്നെ വിവരം തരാൻ താമസിച്ചത്. എത്തിയപ്പോഴും അവർ ഈ വിവരം തന്നെയാണ് തന്നത്. എന്നിരുന്നാലും ഒരു കുട്ടി മിസ്സാവുമ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിലും പാർക്കുകളിലും ബീച്ചുകളിലും സ്കൂളുകളിലും ഒക്കെ ഞങ്ങൾ ഉറപ്പായും അന്വേഷിച്ചേ മതിയാവുള്ളൂ. അതിനോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ അന്വേഷിച്ചു. ട്രെയിനിൽ കയറി പോകാനുള്ള ചാൻസ് വിദൂരമായിരുന്നു. പക്ഷേ ട്രെയിനിൽ കയറി പോകുന്ന അടക്കം ഞങ്ങൾ CCTV ദൃശ്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രിവാൻഡ്രം സെൻട്രൽ ടെർമിനൽ പോലെ വളരെയധികം തിരക്കേറിയ ഒരു സ്ഥലത്ത് ഒരു കൊച്ചുകുട്ടി പോയി എന്ന് CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തുന്നതിന് സമയമെടുക്കും. അപ്പോഴാണ് ഒരു പുലർച്ചെ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ഫോട്ടോ എടുക്കുകയും ആ വിവരം സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസിലൂടെയും ഇലക്ട്രോണിക് മീഡിയയിലൂടെയും പ്രചരിപ്പിച്ച വാർത്ത കണ്ടിട്ട് ആ നമ്പറിലേക്ക് അയച്ചു തരികയും അങ്ങനെ അവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ ലീഡ് കിട്ടുകയും ചെയ്തത്. അപ്പോൾ ആ പോയിന്റിൽ കൂടിയാണ് പോലീസ് തുടർന്നുള്ള അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ നിർദ്ദേശം എല്ലാ ട്രെയിനിലേക്കും സൗത്ത് കേരളയിലടക്കം കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ട്രെയിനിലും ഒരേപോലെ നിർദ്ദേശം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെ സ്പോട്ട് ചെയ്യുന്നത് ഡിലേ ആയെന്നല്ലാതെ നിർദ്ദേശം എല്ലാ സ്ഥലത്തേക്കും പോകും. കുട്ടി തിരിച്ചു പോകാനുള്ള കൽക്കട്ടയിലേക്കും കുട്ടിയുടെ അനിയൻ താമസിക്കുന്ന ബാംഗ്ലൂരിലേക്കും അതേപോലെ. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ കയറിയ കുട്ടി അവിടെ എത്തുമെന്ന് ഉറപ്പില്ല. കുട്ടി സഞ്ചരിച്ച് പരിചയമുള്ള ആളല്ല. വഴിയിൽ ഇറങ്ങാം, വേറെ ആരെങ്കിലും കൂട്ടത്തിൽ എന്തെങ്കിലും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാം, അപ്പൂപ്പൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്നോ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻ പോയിൻ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. വഴിയിലിറങ്ങിയില്ലോണ്ടോന്നും വഴിയിലിറങ്ങി എവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ അമ്പലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ആഹാരങ്ങൾ ഫ്രീ ആയി സൗജന്യമായ ആഹാരം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഫിൽട്ടർ ചെയ്ത് പോകുന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കയറി കറക്റ്റായിട്ട് തിരക്കുകയും ചെയ്ത് അവരുടെ ഒരു പ്രത്യേക ഒരു അഭിനന്ദനം ഈ ബബിത എന്ന് പറയുന്ന കുട്ടി കാണിച്ചതുപോലെ മലയാളി അസോസിയേഷൻ പ്രവർത്തനം വളരെയധികം നല്ല രീതിയിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ കേരളീയരെന്ന നിലയിൽ കുട്ടികൾക്ക് നമ്മൾ അത്രത്തോളം പരിഗണനയും സംരക്ഷണവും പ്രാധാന്യവും കൊടുക്കുന്ന സ്നേഹവും കരുതലും കൊടുക്കുന്ന മലയാളികളുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ കേരള പോലീസിന് വളരെയധികം സഹായകരമായത്. പേരൻസിൻ്റെ കൂടെ അല്ല എന്ന് തോന്നുന്ന രീതിയിൽ കാണുന്ന ഒറ്റപ്പെട്ട് കാണുന്ന കുട്ടികൾ മാത്രമല്ല, പേരൻസിൻ്റെ കൂടെ അല്ല എന്ന് അവരുടെ കംഫർട്ടബിൾ അല്ല, അവർ സംസാരിക്കുന്നില്ല, വിഷമിച്ചിരിക്കുന്നു, ബുദ്ധിമുട്ടിയിരിക്കുന്നു, അവരൊരു ക്യാപ്റ്റീവായിട്ടിരിക്കുന്നു, സ്വാഭാവികമല്ലാത്ത രീതിയിൽ ചുറ്റുപാടിൽ കാണപ്പെടുന്ന എല്ലാ കുട്ടികളെക്കുറിച്ചുള്ള ഒരു കരുതൽ നമുക്ക് വേണം. അതുകൊണ്ടാണ് പോലീസ് ഇടപെടേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും 112 എന്നുള്ള നമ്പറിലേക്ക് ഇതുമല്ല ഏത് കാര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടുത്തും തിരക്കേറിയ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു കരുതൽ ഉണ്ടാവണം.